തോട്ടം മേഖലകളിൽ ഭീതി പരത്തി കാട്ടുകൊമ്പൻ പടയപ്പ വിലസുന്നു. മറയൂർ പഞ്ചായത്ത് അതിർത്തിയിലെ പാമ്പൻമലയിൽ പടയപ്പ 2 വീടിന്റെ മേൽക്കൂരകൾ തകർത്തു. 5 അംഗ കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. 3 മണിക്കൂറോളം നേരമാണ് കാട്ടാന വീടുകൾക്ക് മുമ്പിൽ നിലയുറപ്പിച്ചത്. പടയപ്പയെ തുരത്തുവാൻ നടപടി സ്വീകരിച്ചതായി വനം വകുപ്പ് അറിയിച്ചു. മൂന്നാറിലെ തോട്ടം മേഖലയിൽ മാത്രം വർഷങ്ങളായി കണ്ടുവന്നിരുന്ന ഒറ്റയാൻ പടയപ്പ കഴിഞ്ഞ 2 ആഴ്ചകളായി മറയൂരിന് സമീപത്ത് തമ്പടിച്ചിരിക്കുകയാണ്. മറയൂരിനടുത്തുള്ള പാമ്പൻമല, കാപ്പി സ്റ്റോർ, ചട്ടമൂന്നാർ, ലക്കം, ന്യൂ ഡിവിഷൻ, തലയാർ, കടുകുമുടി എന്നീ പ്രദേശങ്ങളിലാണ് പടയപ്പ നാശം വിതയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പാമ്പൻമലയിൽ തൊഴിലാളികളുടെ ലയങ്ങളിലിറങ്ങി പടയപ്പ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു. പ്രദേശവാസിയായ ശിങ്കാരത്തിന്റെ വീടിന് മുമ്പിലെത്തിയ പടയപ്പ മേൽക്കൂര തകർത്തു. ആസ്പെറ്റോസ് ഷീറ്റ് കാറ്റ് പൊക്കാതിരിക്കാൻ ചാക്കിൽ മണൽ നിറച്ച് വച്ചിരുന്നു. ഇവയിൽ പുല്ലുകൾ വളർന്നിരുന്നു. ഈ പുല്ലുകൾ തിന്നാനാണ് പടയപ്പ എത്തിയത്. ചാക്കുകളെല്ലാം താഴെയിടുകയും ഇതുമൂലം മേൽക്കൂര തകരുകയുമായിരുന്നു. തുടർന്ന് ജനലും വാതിലും കാട്ടാന തകർത്തു. കുടുംബാംഗങ്ങളായ ശിവ, ചീനു, പാർവതി, പവിത്ര, 5 വയസ്സ് പ്രായമുള്ള നീരവ് എന്നിവർ സമീപത്തെ വീട്ടിലേക്ക് പുറകുവശത്തിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിൽ ശിങ്കാരത്തിന് കാലു വയ്യാത്തതിനാൽ വീട്ടിനുള്ളിൽ തന്നെ ഭീതിയോടെ ഇരിക്കുകയായിരുന്നു. ஓடெல்லாம் எடுத்து கீழே போட்டுருச்சு. இது ஃபாரஸ்ட்டுன்னு சொல்லி ஃபாரஸ்ட்டு ஒரு இது ஆள் வரல, ஒன்றும் வரல. அவங்க கேட்டால் ஆள் இல்லை, வரமிட்டு வரவே இல்லை. நைட்டு ஃபுல்லாக பிள்ளைகள் குட்டியெல்லாம் வச்சுட்டு ரொம்ப கஷ்டம். இப்போ வந்து 10-15 நாளைக்கு மேலே ஆச்சு. ரொம்ப பாடு. இதை வச்சுட்டு நாங்கள் நைட்டு நேரத்தில் உறங்கவும் முடியல. 10 நாளாக உறங்கியாச்சு. சில நேரம் கரண்ட்டும் இருக்க மாட்டாது. கரண்ட்டும் பிரச்சனை. இந்த மாதிரி கவர்மெண்ட்டு ஒரு நடவடிக்கையும் எடுக்கிறது கிடையாது, ஒன்றுமே செய்கிறது கிடையாது. പിന്നീട് കാട്ടുകൊമ്പൻ സമീപത്തെ രാജയുടെ വീട്ടിലെത്തി മേൽക്കൂര തകർത്തു. ഈ സമയത്ത് വീടിനുള്ളിൽ രാജയുടെ കുടുംബാംഗങ്ങൾ 5 പേർ ഉണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ ഭീതിയോടെയാണ് കഴിച്ചുകൂട്ടിയത്. 5 பேர் இருந்து நான் தான் அந்த பெட்டியில் இருந்தல. அந்த பெட்டியில் தவிர வேற எங்கேயும் நான் எந்திக்கல. வேற மறுபடியும் சோத்து பானியை வந்து தட்டை தடிச்சு அந்த தட்டில் வந்து அப்படின்ட்டு நான் வீட்டில் ஓடிட்டேன். இந்த தும்பிக்கை அங்கே வந்து அவுத்தேன். அதுக்கு பிறகு பிள்ளையெல்லாம் ஓடிச்சு. நான் மட்டும்தான் வீட்டுக்குள்ளே இருந்தேன். இந்த பிள்ளையில 5 பேர் 5 பேரும் 4 பேரும் பையன் பேர 4 பேருமே அங்கிட்டு கூட்டிட்டாங்க. அங்கே அப்படி கூட்டி இப்போ ஞான் அங்கே நிற்கிறதாலும் அங்கிட்டு போயிட்டாங்க അടുത്ത വീட்டுக்கு. പാമ്പൻമല തേയിലത്തോട്ടത്തിനോടനുബന്ധിച്ചാണ് പടയപ്പ നിന്നിരുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. പടയപ്പയുടെ ആക്രമണത്തിൽ കേടുപാടുകൾ വന്ന വീടുകളിലെ മേൽക്കൂര താൽക്കാലികമായി കമ്പനി ജീവനക്കാരെത്തി മാറ്റി നിർമ്മിച്ച് നൽകി. മൂന്നാർ മേഖലയിലെ തോട്ടങ്ങളിലും തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളിലും സംസ്ഥാന പാതയിലുമായി കണ്ടുവന്നിരുന്ന പടയപ്പ കഴിഞ്ഞ 2 ആഴ്ചയായി മറയൂരിന് സമീപത്ത് തോട്ടം മേഖലയിലാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മറയൂർ പഞ്ചായത്തിലെ പള്ളനാട്ടിലെ കൃഷിസ്ഥലങ്ങളിലെത്തി വ്യാപക നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. വിഷയം വനം വകുപ്പിനെ അറിയിച്ചിട്ടും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയില്ല എന്ന് തോട്ടം തൊഴിലാളികൾ പറയുന്നു. വനം വകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അതേസമയം കാട്ടാനയെ തുരത്താൻ നടപടികൾ സ്വീകരിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മറയൂർ.